അന്ധന്മാർ. രാവിലെ 8 മണി. ഉച്ചയ്ക്ക് 1:45. Guys, just stop this. നിങ്ങൾക്കൊന്നും കഴിക്കാൻ വേണ്ടേ? എനിക്കിവിടെ വിശന്നിട്ട് കണ്ണ് കാണാൻ പോലും വയ്യ. എന്റെ പൊന്ന് റോസെ, തെറ്റിക്കല്ലേ. നിനക്ക് ഫുഡ് വേണമെങ്കിൽ അപ്പുറത്തെങ്ങാനും കാണും, പോയി എടുത്ത് കഴിച്ചു. അങ്ങനെ ഞാൻ ഒറ്റക്ക് ഫുഡ് ഇപ്പൊ പോയി കഴിക്കുന്നില്ല. നിങ്ങൾ വാ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? സൈറസിനെ ഞാൻ ഒരൊറ്റ രാത്രി ഉണ്ടാക്കുന്നേ. ജസ്റ്റ് ഹാഫ് അവർ പ്ലാനിങ്. ഇതിപ്പം മണിക്കൂർ ഒരുപാടായല്ലോ. എന്നിട്ട് വല്ലതും നടക്കുവോ? നിന്റെ അരമണിക്കൂറൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. അവളുടെ ഒരു ഒലക്കമത്തെ റെഡ് റോസ്. അത് എന്റെ മിസ്റ്റേക്ക് ഒന്നല്ല, വേറെ ആരോ കൊണ്ടിട്ടതാ. എന്തായാലും അത് റൂബി തീർത്തില്ലേ. പിന്നെ മതി കുത്തിയിരുന്നത്. കൊല്ലാൻ പോകുന്ന ആളുടെ ജാതകം എടുത്തിട്ട് എന്താ കാര്യം? അത് നീ പറഞ്ഞ പോയിന്റ്. ഇവർക്കൊന്നും കൊലപാതകം പ്ലാൻ ചെയ്യാൻ പോലും അറിഞ്ഞൂടാ. എടി റോസെ, നമ്മളിട്ട പ്ലാൻ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നേ. അപ്പൊ അക്കോർഡിംഗ് ടു മൈ പ്ലാൻ എക്സാക്ട് 3 o'clock ഇപ്പൊ പുതിയ വന്ന ബ്യൂട്ടി പാർലറിലൊന്ന് പോകണം. എന്റെ ഫേസ് ഒക്കെ ആകെ ഡൾ ആയിട്ടിരിക്കുക. ട്രിപ്പൊക്കെ പോവല്ലേ, ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ അവിടെ പോയിട്ടൊന്ന് പെഡിക്യൂർ, മാനിക്യൂർ, ത്രെഡിങ്, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ. എന്തായാലും കറക്റ്റ് 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് എയർപോർട്ടിൽ പോകണം. 4:35 നമ്മുടെ ലൂക്കയുടെ ഇൻഡിഗോ ഫ്ലൈറ്റ്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പം നമ്മുടെ ഇത്തിഹാദ് ഫ്ലൈറ്റ്. May I have your passport, please? I don't have my passport with me right now, honey. Anyway, I think you're new here. താനിവിടെ പുതിയതാണല്ലേ. സാരല്ല, പോട്ടെ. Anyway, you look hot. Come to my room, darling. Let's play a game tonight. Sorry, sir. എനിക്ക് മനസ്സിലായില്ല. Oh, come on, honey. എന്നെ ഇങ്ങനെ സാർ എന്നൊന്നും വിളിക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ പോട്ടെ. ചേട്ടായി വെയിറ്റിംഗ് ആയിരിക്കും. ബൈ. റോസ്, ലൂക്ക ചെക്കിന് ചെയ്ത് പോയി. ഇനി നീ കയറിക്കോ. പിന്നെ എന്ത് വന്നാലും നിന്റെ പാസ്പോർട്ട് അവിടെ കാണിക്കരുത്. ഞാൻ ഉണ്ടാക്കി തന്ന ID കാണിച്ചു കൊടുത്തേക്ക. നിന്റെ പേര് മാറ്റി പറയരുത്. സാൻഡ്ര, ഓർമ്മ വെച്ചോണം. ഓക്കെ ചേച്ചി, ഞാൻ നോക്കിക്കോളാം. May I have your passport, please? സോറി, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പാസ്പോർട്ട് ഇല്ല. ID മതിയോ? Here are our IDs. I'm Jack and he's my friend Alex. It's completely all right, sir. ഇതാ നിങ്ങളുടെ റൂമിൻ്റെ കീ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. പിന്നെ ഉറപ്പായിട്ടും വിളിച്ചിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ പെർഫോമൻസ്. അപ്പം ഞങ്ങൾ പോട്ടെ. ജാക്കെ വാടാ. എടാ, പെർഫോമൻസ് അല്ല, സർവീസ്. എൻ്റെ ഇല്ലാവട്ടെ, നീ ഒന്ന് വന്നേ. ഗൈസ്, ചെക്ക് ഇൻ വാസ് വെരി സക്സസ്ഫുൾ. എല്ലാവരും നല്ല ജോബായിരുന്നു ചെയ്തത്. ഗുഡ് ജോബ് എവറി വൺ. ആൻഡ് ഇനി എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോ. റോസ് എക്സാക്ട് 11:45 PM നിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി ലൂക്കയുടെ റൂമിൽ പോകണം. നിന്റെ റൂമിൻ്റെ അപ്പുറത്തുള്ള 304 ആണ് ലൂക്കയുടെ റൂം. അവിടെ പോയിട്ടൊരു 10 മിനിറ്റ് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിച്ചേക്ക്. അവനക്ക് അല്ലെങ്കിലോ ഗേൾസ് എന്ന് പറഞ്ഞ വീക്ക്നെസ് എന്ന് വെച്ച് നീ ഒന്നും ചെയ്യാൻ സമ്മതിക്കരുത്. ഇവിടെയാണ് നിന്റെ വാക്കിൻ്റെ ബലം നീ പ്രയോഗിക്കേണ്ടത്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റൂബൻ അവിടെ വരും. എന്നിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫാസ്റ്റായിട്ട് തീർക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ കെവിൻ താഴത്ത് വണ്ടി റെഡിയാക്കി വെക്കണം. നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾക്ക് വേറെ ഹോട്ടലിൽ ഞാൻ തന്ന 2ാമത്തെ ID കാർഡ് വെച്ച് നിങ്ങൾ അവിടെ ചെക്ക് ഇൻ ചെയ്യണം. ആസ് ന്യൂ നെയിം, ന്യൂ പേഴ്സൺ, എവറിത്തിങ് ക്ലീൻ ആയിരിക്കണം. ഒരു മിസ്റ്റേക്ക് പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഈവനിങ് ഫ്ലൈറ്റിൽ ഞാനും ക്ലാരയും അവിടെ വരും. പിന്നെ ഫുൾ എൻജോയ്മെൻ്റ് ആണ് മക്കളെ.
ഹായ്, വെൽക്കം വെൽക്കം. അല്ല, നിന്നെ ഞാൻ എവിടെയോ കണ്ട പോലെ. എന്താ ഒന്നും അറിയാത്ത പോലെ പോ അവിടുന്ന്. എന്നോടല്ലേ റൂമിലോട്ട് കയറി വരാൻ പറഞ്ഞേ? ഓ, ഇന്ന് ഞാൻ റിസപ്ഷനിൽ വെച്ച് കണ്ട കുട്ടി. I'm very sorry baby girl. Oh god, how can I forget such a beauty? എന്തായാലും തന്നെ യൂണിഫോമിൽ കാണുന്നതിനെക്കാട്ടിലും ഒരു 100% ഹോട്ടായിട്ടുണ്ട്. ഇയാള് പൊട്ടനാണോ അതോ അഭിനയിക്കുന്നയാണോ? ഓ ബേബി, ഞാൻ എന്തൊരു പൊട്ടനാണല്ലേ. ഇങ്ങനെ വന്ന ഗസ്റ്റിനെ നിർത്തിയോണ്ടാണോ സംസാരിക്കുന്നേ? വാ, വന്നേ ഇരിക്ക്. ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊരു വൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ധൈര്യത്തിന്. എനിക്കിത് ചെയ്തങ്ങനെ പരിചയമില്ല, അതാ. സോറി. ആഹാ, നീ ആള് കൊള്ളാലോടി. വൈനല്ലേ, നീ എത്രയെന്ന് വെച്ച കുടിച്ചോ. എനിക്കൊരു ധൃതിയുമില്ല. എന്തായാലും നാളെ നേരം വെളുക്കും വരെ നീ എന്റെതല്ലേ പെണ്ണെ. അതിന് നാളെ നേരം വെളുക്കുന്നതിനാണ് നീ ഇവിടെ ഉണ്ടാവില്ലല്ലോ കുട്ടാ. നീ പറഞ്ഞ സാധനം എത്തിയെന്നാ തോന്നേ. പോയി വേടിക്ക്. കെവിൻ, നീ എന്താ ഇവിടെ? അപ്പൊ കാർ ആര് സെറ്റ് ചെയ്യും? ദാ, ഈ കൊരങ്ങനെ പറഞ്ഞാ മതിയല്ലോ. നിനക്കൊരു ഫ്രണ്ടില്ലേ, ആ ക്ലാര. അവ കുറേ നിർബന്ധം. അവളുടെ ഏട്ടനെ ഇവൻ തന്നെ കൊല്ലണോന്ന്. ഇവനാണെങ്കിൽ കൊന്നേ അടങ്ങൂ എന്നുള്ള വാശിയും. പിന്നെ എന്ത് ചെയ്യാൻ, കേറിപ്പോന്നു. എന്റെ പൊന്നു റോസല്, നീ താഴെ പോയി കാർ ഒന്ന് സെറ്റ് ചെയ്യും. ഞങ്ങളിത് ഇപ്പൊ വരാം. ഇതിനുള്ളത് രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ടോ പട്ടികളെ? താങ്ക് യു മുത്തേ. ഇതിന്റെ ഒക്കെ മാസ്റ്റർ പ്ലാൻ നീ ആണെന്ന് ഞാൻ അവനോട് പ്രത്യേകം പറയും. നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലും കാണിക്ക്, ഞാൻ പോവാ. പിന്നെ കറക്റ്റ് 1 AM താഴത്തെ എത്തില്ലെന്നുണ്ടെങ്കിൽ കാർ എടുത്ത് ഞാൻ പോവും. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. 1/2 മണിക്കൂർ മുന്നേ ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. മോളിപ്പോ പോക്കോ. ഹേ ബേബി, ഒന്ന് വേഗം വാ. ഇച്ചനോട് വെയിറ്റിംഗ് ആണെന്ന് അറിയില്ലേ? ഇങ്ങനെ ധൃതി വെക്കലട കുട്ട. ഞങ്ങളിതാ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. പിന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഒച്ച വെച്ച് ആളെ കൂട്ടരുത്. ഞങ്ങൾ ആരാ, എന്തിനാ വന്നേ ഒക്കെ പറഞ്ഞിട്ടേ കാര്യത്തിലേക്ക് കടക്കൂ. പോരെ? ഓ ഹേ, ഹൂ ദ ഹെൽ ആർ യു? പ്ലീസ് ഗെറ്റ് ഔട്ട്. വെർ ഇസ് സാൻഡ്ര? റൂബ, ഇയാൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാ തോന്നുന്നത്. അങ്ങനെയാണോ? എങ്കിലൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. പട്ടി, നിന്നോടല്ലടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞേ. അതെ അതെ, ചുപ് രഹോ ബായി. എടാ കള്ള, നിനക്ക് ഹിന്ദി അറിയാവോ? അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? 1 മണിക്ക് അവിടെ താഴത്തെ എത്തിയില്ലാന്നുണ്ടെങ്കിൽ റോസ് അവളുടെ പാട്ടിന് പോകും. എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയുമല്ല, പറഞ്ഞതുപോലെ ചെയ്യും. അപ്പോൾ അളിയ ഒക്കെ പറഞ്ഞ പോലെ നെക്സ്റ്റ് മന്തിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് വിത്ത് യുവർ ഡിയർ പെങ്ങൾ. ഫസ്റ്റ് ഇൻവിറ്റേഷൻ ചേട്ടനായ തനിക്ക് തന്നെ ഇരിക്കട്ടെ. ആക്ച്വലി എനിക്ക് കുറച്ച് നേരം കൂടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, തന്നെ കൊന്ന് താഴത്തെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ റോസ് ഞങ്ങളെ രണ്ടിനെയും കൊല്ലും. സോ ഗുഡ് ബൈ. அப்படி பார்த்தா அந்த காந்தி போன பேரு காமர்ஸ். റോസ് വേഗം വണ്ടി എടുത്തു. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഞാൻ എപ്പോഴേ വണ്ടി എടുത്തു. സൈറസ് വെയിൻ മരിച്ച ഒരാഴ്ച തികയുന്നതിന് മുന്നേ തന്നെയാണ് ലൂക്ക വെയിനെ ആഡംബര ഹോട്ടൽ മുറിയിൽ വെച്ച് മരിച്ച രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. Rose, the only evidence in the murder case of the Wayne brothers.
ഈ തകർന്ന അവസ്ഥയിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാൻ വന്നത് എന്തിനാന്ന് വെച്ചാൽ കണ്ടു കിട്ടിയ തെളിവിൽ നിന്ന് ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ആൻഡ് ദ നമ്പർ ഈസ് 111124. അളിയോ, ഈ നമ്പർ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ആഹാ, അപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് കൊന്നിട്ട് ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന ആ മുതലിനെ അങ്ങനെ വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു കെവിനെ, നീ കുറച്ചു നേരത്തിന് ആ വായൊന്ന് അടച്ചു വെക്ക്. ഇവിടെ ആലോചിച്ചിട്ട് തന്നെ കയ്യും കാലും വിറക്കുക. അപ്പോൾ അവന്റെ ഒരു ക്രെഡിറ്റ്. അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? മിണ്ടി പോരുത് രണ്ടും. ഇതിലേതോ ഒരുത്തൻ കരുതി കൂട്ടി ചെയ്തതാ. അത് റെഡ് റോസ് പോരാനായിട്ടായിരിക്കും അതിന്റെ പുറത്ത് നമ്പർ കുത്തി വെച്ചിരിക്കുന്നേ. സത്യം പറഞ്ഞോണം, ആ നമ്പർ എന്താന്ന് പോലും എനിക്ക് ഇതുവരെ അറിഞ്ഞൂടാ. അപ്പോഴാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കണ്ട, ഞാനല്ല. ആ പിന്നെ ഞാനായിരിക്കും. കുരുട്ടെ, ഒന്ന് താഴെ നിക്കുന്നേ. നമുക്ക് എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ എങ്ങനെ സമാധാനപ്പെടാനാ? ചേച്ചി എങ്ങാനും അറിഞ്ഞ എന്നെ വെട്ടിക്കൊല്ലും. അറിയിക്കാതെ വേറെ വഴിയില്ലല്ലോ. എന്തായാലും ചേച്ചി ഇങ്ങോട്ടല്ലേ വരുന്നേ, അപ്പൊ പറയാം. അതെ, ഈ നമ്പർ എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞുതരാവോ? ഇവനെ ഞാൻ ഇന്ന് എടിയാ, ഫോണല്ലേ കിടന്ന് ബെല്ലടിക്കുന്നേ, നീ അത് എടുക്ക്. റൂബി, ചേച്ചിയാ വിളിക്കുന്നേ. ഹലോ, കേൾക്കാവോ? ഹലോ. ആ ചേച്ചി പറഞ്ഞോ, എന്താ കാര്യം? എന്നതാടി ന്യൂസിലൊക്കെ ഇങ്ങനെ റെഡ് റോസ് നമ്പർ ഏതാണ്ടൊക്കെ വന്നിരിക്കുന്നേ, നീ ചെയ്തയാണോ അത്? ഇല്ല ചേച്ചി, ഞങ്ങൾ കൊണ്ടുപോയിട്ടൊന്നുമല്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്നതാടി? എന്റെ പൊന്നിവ, അതൊക്കെ നമുക്ക് വന്നിട്ട് തീരുമാനാക്കാം. നീ എന്തായാലും വരുമ്പോ നിന്റെ ആ വക്കീലിനെ വിളിച്ചോണ്ട് വാ. എടാ, എന്നാ കാര്യമൊന്ന് പറ. എന്നിട്ട് വേണം വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവാൻ. എടാ, ഞാൻ പറയുന്ന വല്ല നീ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ റൂബി. ഓ ഗോഡ്, എന്താണാവോ മൂന്നും കൂടി ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇവേച്ചി, ഞാനൊരു സത്യം പറയട്ടെ. ഇനി നിനക്കെന്താ വേണ്ടേ? ആ നമ്പറില്ലേ, അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അത് തന്നെയാ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. ഞാനും അതെവിടെയോ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയ സ്ഥിതിക്ക് ചേച്ചി വേഗം വക്കീലിനെ വിളിച്ചോ. ഇത് നമുക്കുള്ള പണി തന്നെയാ. എന്റെ കർത്താവേ, ഇനി എന്തൊക്കെ കാണണോ എന്തോ. അല്ല, ഇനി ചേച്ചിക്ക് വക്കീലന്മാരൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിലും ഞാനൊരു CEO അല്ലേ, എനിക്കും ഉണ്ടാവില്ലേ ഒരു ലീഗൽ അഡ്വൈസർ. അല്ലേ ചേച്ചി? എന്നിട്ട് അങ്ങനെ ഒരാളെ പറ്റി ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. പുള്ളിക്കാരി എന്റെ ഒരു പഴയ ഫ്രണ്ടാ. പിന്നെ കമ്പനിക്ക് വേണ്ടി എന്തായാലും ഒരു ലീഗൽ അഡ്വൈസർ വെക്കണമല്ലോ, അങ്ങനെ വെച്ചതാ. പിന്നെ കമ്പനിയിൽ കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളൊരു ഇൻഡിപെൻഡന്റ് വക്കീലായിട്ട് അങ്ങനെ പോകുന്നു എന്ന് മാത്രം. പിന്നെ ഇപ്പൊ ക്രിമിനൽ കേസൊക്കെ എടുക്കുന്നുണ്ട്. 23-ാം വയസ്സിൽ തുടങ്ങിയ കരിയർ അന്ന് മുതൽ ഇന്ന് വരെ ചെയ്ത ഒരു കേസിലും അവള് തോറ്റ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവേയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ പ്രശ്നം ഗുരുതരമാണ്. അതൊക്കെ എന്റെ പിള്ളേർക്ക് എപ്പോഴേ മനസ്സിലായ കാര്യം. എന്തായാലും ഞാനങ്ങ് ചെല്ലട്ടെ, എനിക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ വക്കീലിന്റെ കാര്യം, അവർക്ക് എന്തായാലും ഇന്ന് വരാൻ പറ്റില്ലായിരിക്കും. എന്തൊക്കെയോ ഫംഗ്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. നാളെ സെറ്റാക്കാം. ക്രിഞ്ച്. ശരി, ഇനി പറ, എന്തിനായിരുന്നു ആ ഒരു നമ്പറിന്റെ പേരിൽ ഇന്ന് രാവിലെ ഇത്രയും കുറെ ടെൻഷൻ അടിച്ചത്? അല്ല, വേണമെങ്കിൽ നീ ഒന്നുകൂടി ഒഴിച്ചോ, ഒരു ധൈര്യത്തിന്. ദറുബ, രാവിലെ മുതൽ എല്ലാരും കൂടി എന്നെ വട്ട് പിടിപ്പിച്ചോണ്ടിരിക്കുക. നീ എന്റെ നല്ലത് വാങ്ങിക്കുവേ. എന്റെ പൊന്നേ വേണ്ട, ഞാൻ പറയാം. ആ എവിഡൻസ് ആയിട്ട് കിട്ടിയ റെഡ് റോസ് ഇല്ലേ, അതിൽ കൊത്തി വെച്ചിരിക്കുന്ന നമ്പർ നമ്മുടെ റോസിന്റെ പാസ്വേഡാ.
ഓ താങ്ക് ഗോഡ്. പറട്ടെ, ഇതിനാണോ കിടന്ന്? അവക്കോ വിവരമില്ല. നിനക്കെങ്കിലും ഇച്ചിരി വെളിവുണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. അവൾ എന്തൊക്കെയോ കുത്തിക്കുറിച്ച മൊബൈലിന് പാസ്വേഡ് ഇടുന്നേ, അത് നിനക്കറിയാവുന്നതല്ലേ? ഇത് വെറും ഒരു കോയിൻസിഡൻസ് അല്ല ഇവ. നമ്മുടെ റോസിന്റെ മൊബൈലിന്റെ പാസ്വേഡ് തൊട്ട് ബാങ്ക് പാസ്വേഡ് വരെ ഈ ഒരൊറ്റ നമ്പറാ. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയ്ക്കും കാലം കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ കമ്പനിയൊക്കെ തകർക്കാൻ ആരെ കൊണ്ടും പറ്റും. ഞാനിപ്പോൾ തൽക്കാലത്തിന് നമ്മുടെ കമ്പനി സെർവർ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് തരാൻ പോകുന്ന നഷ്ടത്തെ പറ്റി ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ അല്ലേ? നമുക്കിപ്പോൾ അറിയേണ്ടത് ഞാനും കെവിനും റോസും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ റെഡ് റോസ് അതെങ്ങനെ അവിടെ വന്നു, അതിൽ കൊത്തിവെച്ചിരിക്കുന്ന നമ്പറിൻ്റെ അതിൻ്റെ അർത്ഥം എന്താ, അത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. എത്രയും പെട്ടെന്ന് പറ്റുവാണെങ്കിൽ നാളെ തന്നെ. ഇച്ചിരി കയ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇത് നമ്മളുടെ വിജയം. നമ്മൾ കുടിച്ചാഘോഷിക്കും. അതേ, നമ്മളവനെ കൊന്നു, നമ്മളവനെ കൊന്നു. ഹേ വെയിറ്റർ, ഇവിടെ ഒരു ബോട്ടിലും കൂടി. വേണ്ട വേണ്ട, ഇവിടെ ഇനി ആരും ഒരു ബോട്ടിൽ ഓർഡർ ചെയ്യുന്നുമില്ല, കുടിക്കുന്നുമില്ല. നമ്മൾ പോകാൻ പോവാ. നീ പോടാ മരപ്പെട്ടി. റോസ്, ഇവൻ പറയുന്നൊന്നും കേക്കരുത്. നമ്മൾ ഇനിയും കുടിക്കും. അങ്ങനെ കുടിച്ച് 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 നോക്കി. വേണ്ട ക്ലാര, നീ വാശി പിടിക്കരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. നിന്റെ കിഡ്നി അടിച്ചു പോകും, ലിവർ കരിഞ്ഞു പോകും. ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്ത ബോട്ടിലും കൂടി കുടിച്ചിട്ട് ഞാൻ എൻ്റെ ചേച്ചീൻ്റെ കൂടെ വരാം. നീയും കെവിൻ്റെ കൂടെ പോ. ഓക്കേ? ബെസ്റ്റ്. ആ ക്ലാസ് ആദ്യം താഴത്ത് വെച്ചിട്ട് പറ. അപ്പൊ പറഞ്ഞതിനൊക്കെ കുറച്ചും കൂടി അർത്ഥം ഉണ്ടാവും. കെവിൻ, നീ എൻ്റെ പ്രൈവറ്റ് ലൈഫിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറി വരരുത്. എനിക്കത് തീരെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ നിന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഞാൻ ചേച്ചിന്റെ കൂടെ വരുന്നു പറഞ്ഞല്ലോ. പിന്നെന്താ നിനക്ക് പ്രോബ്ലം? നീ എണീക്ക്, നിന്റെ ചേച്ചിന്റെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ പൊക്കോളാം. കെവിൻ, എനിക്ക് നിന്റെ മോന്ത കണ്ടിട്ട് ഇടിച്ച് പരത്താൻ തോന്നുന്നുണ്ട്. വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പൊക്കോളണം. പിന്നെ കെവിൻ തർക്കിക്കാൻ നിന്നില്ല. കാരണം നമ്മുടെ റോസ് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് കെവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ ക്ലാര എടുത്തോണ്ട് പോയി. പിന്നെ എന്തിനാ അത്ര പേടിക്കുന്നേ? കാരണം തൊട്ടപ്പുറത്ത് നമ്മുടെ റോബിനും ഇവയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവല്ലേ. അവരവിടെ ഉണ്ടാകുമ്പോ ഇവക്ക് എന്ത് പറ്റാൻ? അല്ലെങ്കിലും ഇവള് കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയാലേ ഉള്ളൂ അല്ലേ? ഇവ നമുക്കിങ്ങനെ കിടന്നാ മതിയോ? പോണ്ടേ? എണീക്കുവാണെങ്കിൽ എണീറ്റ് പോടാ പട്ടി. വെറുതെ എന്നെ ശല്യം ചെയ്യുന്നേ. ബെസ്റ്റ്. അല്ലെങ്കിലും എൻ്റെ മിസ്റ്റേക്കാ. 24 മണിക്കൂർ കിടന്നുറങ്ങിയാലും മതിയാവാത്തൊരു സാധനത്തിനോടാ ഞാൻ പറയുന്നതെന്ന് ഞാൻ കുറച്ച് മുന്നേ ചിന്തിക്കേണ്ടതായിരുന്നു. പിന്നെ ഒരു നിമിഷം പോലും എൻ്റെ റൂബി അവിടെ നിന്ന് വേസ്റ്റ് ആക്കിയില്ല. കാരണം ഇനി അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാന്ന് അവന് തന്നെ മനസ്സിലായി. അവൻ നേരെ പോയി കുളിച്ച് കുട്ടപ്പനായി വന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവ മേഡത്തിന് എണീക്കാനുള്ള വിളി മോളീന്ന് വരുന്നത്. അവൾ എണീറ്റ് നോക്കിയപ്പോഴോ കണ്ട കാഴ്ച എൻ്റെ അമ്മോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായി പോവും. വേണ്ട, നിങ്ങൾ തന്നെ കണ്ടോക്ക്. ഡീഡി ഇങ്ങനെ നോക്കി നിന്ന് വെള്ളം വരക്കാതെ നീ ആ പിള്ളേരെ വിളിച്ച് വേഗം എണീറ്റ് ഫ്രഷായി താഴെ റിസപ്ഷനിൽ വരാൻ പറ. പോടാ പട്ടി, സൗകര്യമില്ല വിളിക്കാൻ. വേണമെങ്കിൽ നീ വല്ലതും വിളിക്ക്.
പിന്നെ ഇനി മേല എൻ്റെ മുന്നിൽ ഇങ്ങനെ ഷർട്ട് ഇടാതെ വന്ന് നിന്നാലുണ്ടല്ലോ. ഓ സോറി മാഡം, മാഡത്തിന്റെ കൺട്രോൾ ഇത്ര ലിമിറ്റഡ് ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇനി ഞാനെടുത്ത് കുളിപ്പിച്ചു തരണോ? അല്ല എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. ആ നാണമില്ലാത്ത മനുഷ്യൻ, മാറി നിൽക്ക അങ്ങോട്ട്. ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. ആ പിള്ളേരോട് ഇച്ചായി തന്നെ പറഞ്ഞേച്ചാ മതി, എനിക്കൊന്നും വയ്യ. പിന്നെ നമുക്ക് ആ വക്കീലിനെ പിക്ക് ചെയ്യാൻ പോണം. എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയുമല്ല, ഒരു മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ് ലേറ്റ് ആയാൽ അവൾ അവളുടെ പാട്ടിന് പോവും, പറഞ്ഞേക്കാം. ക്ലാര കോളൊന്ന് എടുക്കാവോ? എടി ഒന്ന് എടുക്കാൻ. എന്റെ ഈശോയെ, ഈ കൊച്ചു തേറി എണീറ്റില്ലേ? ആരെ രാവിലെ തന്നെ പട്ടി നിന്റെ ഫോണിലേക്ക് കിടന്ന് ഇടിക്കുന്നേ? അതൊന്ന് വന്ന് എടുക്ക്. അങ്ങനെ ഒരു 10-15 സെക്കൻഡ് അടി വെച്ചതിന് ശേഷം അവസാനം കെവിൻ തന്നെ വരണ്ടി വന്നു ആ ഫോൺ ഒന്ന് എടുക്കാൻ. ആ ഏട്ടാ കേൾക്കുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞോ? ഓ സോറി, ഞാനിപ്പോ കുളിച്ചിറങ്ങിയുള്ളൂ, അതാ ലേറ്റ് ആയ. അവളുടെ കാര്യമൊന്നും പറയണ്ട, ഇപ്പൊ കിടക്കപ്പായി എണീറ്റിട്ട് പോലുമില്ല. ഓ ശരി ശരി, ഞങ്ങൾ കറക്റ്റ് ഷാർപ്പ് ടൈമിന് അവിടെ ഉണ്ടാവും. ഇച്ചയി റോസ് ഓക്കെ ആണോന്ന് ചോദിക്കി. ഇന്നലെ ഒരുപാട് കുടിച്ചല്ലേ? എന്താടാ അവള് പറയുന്നേ? അവളെന്തു പറയാൻ, അവളുടെ കൂട്ടുകാരിക്ക് എങ്ങനെയുണ്ട് എന്നാ ചോദിക്കുന്നത്. ഇന്നലെ രണ്ടും കൂടി എന്തായിരുന്നു ആ ബാറിൽ കിടന്ന്. ആര്, റോസാണോ? അവള് നിങ്ങളുടെ കൂടെ അല്ലേ? ഏട്ടൻ്റെ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഇന്നലെ ഞാനും ക്ലാരയും നേരത്തെ അവിടുന്ന് വന്നല്ലോ. റോസ് നിങ്ങളുടെ കൂടെ അല്ലായിരുന്നോ? അല്ല, ഞങ്ങൾ ഇന്നലെ അവിടുന്ന് ഇറങ്ങുമ്പോ റോസ് അവിടെ ഇല്ലായിരുന്നു. അപ്പോഴും നിന്റെ മെസ്സേജ് കണ്ടേ, നിങ്ങൾ ഹോട്ടലിൽ എത്തി എന്ന് പറഞ്ഞ്. കെവിനെ കളിക്കല്ലേ, റോസ് അവിടെ. ഏട്ടാ എനിക്ക് അറിയില്ല. ശരിയാ, അവൾ ഇന്നലൊക്കെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അവസാനം കുറച്ച് ബോധം കിടാനായപ്പോ ഞാൻ തന്നെ പറഞ്ഞേ രണ്ടിനെ റൂമിൽ കൊണ്ടാക്കാന്ന്. പക്ഷെ എത്ര നിർബന്ധിച്ചിട്ടും അവള് വരാൻ കൂട്ടാക്കിയില്ല. ചേച്ചിന്റെ കൂടെ വരാന്നാ പറഞ്ഞേ. പിന്നെ അവള് നിർബന്ധിച്ചിട്ട് കാര്യമില്ലാന്ന് ഏട്ടന് അറിയാലോ. ഡാം ഇറ്റ്. എടാ നീ ഒന്ന് വേഗം ഇറങ്ങിക്കേ, നമുക്ക് ആ ബാറിലൊന്ന് പോയി നോക്കാം. റോസിന്റെ റെഡിന് മാത്രം അവകാശപ്പെട്ട ശരീരം മറ്റൊരാൾ കാണുന്നത് പോലും അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അപ്പം ഇതൊക്കെ എങ്ങനെ സഹിക്കാനാ അല്ലേ? ഒരുപാട് നേരം പൊട്ടിക്കരഞ്ഞതിന് ശേഷം അവൾ എഴുന്നേറ്റു. കാരണം ഇന്ന് അവൾ സങ്കടപ്പെട്ട അവളെക്കാളേറെ സങ്കടപ്പെടുന്ന പലരും അവളുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ട്. ആദ്യം തെരഞ്ഞത് തന്റെ മൊബൈൽ ഫോൺ തന്നെയായിരുന്നു. അടുത്തിരിക്കുന്ന ടേബിൾ ടോപ്പിൽ നിന്നും അവൾക്കത് ലഭിച്ചു. സിമ്മും ഫോണും സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ആരും തന്നെ ട്രേസ് ചെയ്ത് ഇതുവരെ വരാതിരിക്കാനായിരിക്കണം അവരത് ചെയ്തത് എന്ന് അവൾ ഊഹിച്ചു. അങ്ങനെ ഫോൺ എടുത്ത് റൂബിക്ക് വിളിക്കുമ്പോഴാണ് അടുത്തിരിക്കുന്ന ഒരു കാർഡ് അവൾ ശ്രദ്ധിച്ചത്. നോക്ക്, സംസാരിച്ച സമയം കളയാൻ എന്റെ കയ്യിൽ ഇനി ഒരു സെക്കൻഡ് പോലും ബാക്കിയില്ല. മര്യാദക്ക് ഞങ്ങൾ ചോദിച്ച ഫൂട്ടേജസ് ഇപ്പൊ തരണം. സർ പ്ലീസ്, ഇവിടെ കിടന്ന് ഒച്ച വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഫൂട്ടേജസ് ആർക്കും എടുത്ത് കൊടുക്കരുതെന്ന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. ഞങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. എന്റെ അനിയത്തി മിസ്സിംഗ് ആണ്. ആ ഫൂട്ടേജസ് ഒന്ന് തരണം. നിങ്ങൾക്ക് എത്ര പൈസയെന്ന് വെച്ചാൽ ഞങ്ങൾ തരാം. മാം, ഞാൻ ആദ്യം പറഞ്ഞേനെ ഇപ്പോഴും പറയുന്നേ, ഇതിലിനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യാം. ബോഡി എങ്കിലും കിട്ടും. ഡാ കള്ള നായിന്റെ മോനെ, ഇനി ഒരക്ഷരം നീ മീഡിയ അറുത്ത് കളയും ആ പരട്ട നാക്ക്. റൂബി വേണ്ട, വിട്ടേക്ക്. നമ്മൾ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ വന്നതല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഡം. ലോകത്ത് ഇയാൾക്ക് മാത്രമൊന്നല്ലല്ലോ പെങ്ങളുള്ളത്. അല്ല, ഇയാൾ ഇങ്ങനെ കിടന്ന് തിളയ്ക്കാൻ ഇയാളുടെ സ്വന്തം പെങ്ങളൊന്നും അല്ലല്ലോ. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ തലേ കയറി നിരകം നട ചെറ്റെ. വണ്ടർഫുൾ യാ മോനെ. ഞങ്ങളുടെ റോസിന് എന്തെങ്കിലും പറ്റിയ ഈ ബാറ് പച്ചക്ക് കത്തിക്കാൻ ഞങ്ങൾ മടിക്കില്ല, കേട്ടറാ നായേ. ഹേ ഇവ വേണ്ട. ഹലോ റൂബി, ഞാൻ ലൊക്കേഷൻ അയക്കാം. എന്നൊന്ന് വന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? ഹേ റോസ്, കാം ഡൗൺ പ്ലീസ്. ഞാൻ ഇറങ്ങി, ഇതാ വരുന്നു, ഒരു 10 മിനിറ്റ്.
വാട്ട് ശാന്തസുന്ദരമായ ദിവസം. എൻ്റെ പൊന്നു സഹോദര, വക്കീലായ എന്നെ കൊണ്ടൊരു കുറ്റകർത്തവ്യം ചെയ്യിപ്പിക്കരുത്. അത് നിയമത്തിനെതിരാണ്. ദേഹത്ത് കൈവെക്കുന്നോടാ റാസ്കൽ. നിയമം കുറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാനും എനിക്കറിയാം. പൂജ, ആർ യു ഓക്കേ? യെസ് യെസ്, എനിക്കെന്ത് കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. തനിക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നു? വെയിറ്റ്, ഇയാൾക്ക് എങ്ങനെ എൻ്റെ പേരറിയാം? ആരാടോ താൻ? ചിരിക്കുന്നു. സത്യം പറയടോ, എന്റെ സൗന്ദര്യം കണ്ട് പിന്നാലെ കൂടിയല്ലേ താൻ? അല്ലടി, നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്ന മാഫിയ ബോസ് എന്തേ കൂടെ പോരുന്ന? എന്റെ കർത്താവേ, നീ ഇത്ര വലിയവനായിരുന്നോ? അപ്പൊ എന്റെ പ്രാർത്ഥനയൊക്കെ നീ കേൾക്കുന്നുണ്ട് കൊച്ചുകള്ളൻ. എന്നാൽ എന്റെ പ്രാർത്ഥന ഇത്ര പെട്ടെന്ന് കേൾക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. എന്റെ പൊന്നെ, എന്നെ സ്ട്രക്ചറാ, ബൈസെപ്സ്, ആപ്സ്, സിക്സ് പാക്ക്. ഓ, ഞാൻ എന്നൊരു പൊളി പൊളിക്കും. ഹേയ്, താൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. അപ്പം നമുക്കിനി കാര്യത്തിലേക്ക് വരാം. എന്താണ് തൻ്റെ റിയൽ ഉദ്ദേശം? കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. കഷ്ടപ്പെട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഓ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. താൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലേ? ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കൂടിപ്പോവും. വേണ്ട, പൂജ വരണിപ്പോ ഒന്നും പറയണ്ട. ബട്ട് ഞാൻ പറയാം, നമ്മളെന്തായാലും ശത്രുക്കളല്ല. നീ എന്തുദ്ദേശത്തിലാണോ ഇവിടെ വന്ന് ലാൻഡ് ആയിരിക്കുന്നേ, അതേ ഉദ്ദേശത്തിൽ വന്നവനാണ് ഞാൻ. സോ വി ആർ ഫ്രണ്ട്സ്. ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഇതുവരെ എനിക്കറിയില്ല. അപ്പൊ തനിക്കറിയാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണമായിരിക്കും അല്ലേ? ഓഹോ, അപ്പൊ മാഡത്തിന് ഇതുവരെ ഉദ്ദേശങ്ങളൊന്നും ഇല്ല അല്ലേ? സാരമില്ല, എനിക്ക് ഒരുപാടുണ്ട്, ഞാൻ പഠിപ്പിക്കാം. ആദ്യം നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് വിളിച്ച് ഇങ്ങോട്ടേക്ക് പിക്ക് ചെയ്യാൻ വരണ്ട എന്ന് പറ. ഇവിടെ നിന്നൊരു 2-2.5 കിലോമീറ്റർ മാറി ഒരു മാളുണ്ട്. എന്തായിരുന്നു അതിന്റെ പേര്? എയറോ ഹബ്. അവരോട് അവിടെ വരാൻ പറ. പിന്നെ നമ്മൾ ഈ ദിവസം മുഴുവൻ അവിടെ തന്നെയായിരിക്കും. അടിച്ച് പൊളിക്കട്ടെ പിള്ളേർ. പൈസ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു കൊടുത്തേക്കാം. നീ വേഗം അത് വിളിച്ചു പറ. ഞാൻ ഒരു കോൾ ചെയ്തിട്ട് വരാം. നീ ഇവിടെ നിന്ന് അങ്ങോട്ടും പോവല്ലേ. അവനിതും പറഞ്ഞ് ഫോൺ എടുത്തോണ്ട് ഇച്ചിരി മാറി നിന്നു. അവന്റെ മുഖത്ത് ഇതുവരെ ഉണ്ടായിരുന്ന വെട്ടവെല്ലാം ഗൗരവമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണാവോ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നേ? എന്തായാലും നമുക്ക് ഇച്ചിരി ഒളിഞ്ഞു കേൾക്കാം, അല്ലാതെ കേൾക്കാൻ വേറെ വഴിയില്ലല്ലോ അല്ലേ? ഡ്രസ്സോ? ഓ ഷിറ്റ്, എനിക്കതങ്ങനെ ഓർമ്മയില്ല. ഞാൻ തന്നെയാ വെച്ചേ. എന്ന് വെച്ചത് ഓർത്തിരിക്കാൻ പറ്റുമോ? സാരിയാണോ ചുരിദാറാണെന്നൊക്കെ നോക്കിയിട്ടാണോ ഞാൻ വെക്കുന്നത്? ഞാൻ വേണമെങ്കിൽ വല്ല ഫോട്ടോയും അയക്കാം, നിങ്ങൾ അത് നോക്കി കണ്ടുപിടിച്ചോ. ചുമ്മാതൊന്നും അല്ലല്ലോ, പൈസ ആയിരുന്നില്ലേ? അപ്പൊ അതൊക്കെ മതി. പിന്നെ ഒരു ഉപദേശം തരാം, അവരുടെ മുന്നിലൊന്നും ചെന്ന് ചാടിയേക്കരുത്. എന്ത് സംഭവിക്കുമെന്നോ? കണ്ടറിയാത്തവൻ കൊണ്ടറിയാന്നാണല്ലോ. എൻ്റെ മക്കൾ കുറച്ച് കൊള്ളു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു മുന്നറിയിപ്പ് തരാം, എൻ്റെ കാര്യം എങ്ങാനും അവിടെ ചെന്ന് പറഞ്ഞ ഞാൻ നിങ്ങൾ ഉറപ്പായിട്ടും കൊല്ലും. ഇനി പറഞ്ഞില്ലെങ്കിലോ അവർ കൊല്ലും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ട്ടാ. ഇയാളുടെ മോന്ത കണ്ടാതൊന്നും വല്ല പെമ്പിള്ളേരും കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുവാണെന്ന്. എന്നാ ജാടയായി തെണ്ടിക്ക്. മനസ്സിലിട്ട് നന്നായി പ്രാകുന്നുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്കങ്ങ് ഇറങ്ങായിരുന്നു. ഞാൻ പ്രാഗുവാണെങ്കിൽ അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നും ഈ പൂജയ്ക്കില്ല. പിന്നെ ഇവിടെ നിന്ന് സംസാരിച്ച് സമയം കളയാതെ ഇറങ്ങാൻ നോക്ക്. ഓ അങ്ങനെ. എന്നാ ഉത്തരവ് മഹാറാണി. എടാ റൂബ, കളിക്കാതെ നീ വിട്ടേ. നീ ഒന്ന് ശ്രദ്ധിച്ചേ. റോസ് അവളുടെ പാട്ടിന് പോയി. ക്ലാരയും ഇവന് ഏതോ സ്വർഗലോകത്തായിരിക്കും. എനിക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങള്. നിന്റെ ആഗ്രഹങ്ങളൊന്നും എനിക്കത്ര നല്ലതിനല്ല. വിടടാ പന്നി. നിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എടുത്തോളാടി പുല്ലേ. നീ അവരെ വിളിച്ച് എവിടെയാ നിക്കുന്നേന്ന് ചോദിക്കും. പിന്നെ താൻ ആരാന്നോ തന്റെ വിചാരം? ഇങ്ങോട്ട് ആജ്ഞാപിക്കാൻ വന്നേക്കുന്നു. എന്റെ പട്ടി വിളിക്കും. എന്റെ കർത്താവേ, ഇത് എന്തിന്റെ കുഞ്ഞാണോ എന്തോ. ഇവാച്ചി, ഞാനിതാ നിന്നെ തേടി വരുന്നു. എടാ റൂബ, ദേ നിൽക്കുന്ന പൂജ. വാടാ മുത്തേ, എത്ര നാളായിടെ കണ്ടിട്ട്. എന്റെ കർത്താവേ, റയോണിച്ചായി, ഇവനെന്താ ഇവിടെ? പൊന്ന റൂബി, നിക്കടാ അവിടെ. ഈ ആണുങ്ങളൊക്കെ എന്ത് കച്ചറ പിള്ളേരാണല്ലേ ഈ വാച്ചി. എന്നാ ഓട്ടുവാ ഓടുന്നേ. മാട് മുഴുവൻ തല്ലി പൊളിച്ച് ഇടുവോ ആവോ.
അല്ല നമ്മളെ കണ്ടു പഠിക്കണം. നീ ഒന്ന് വിളിച്ചപ്പോഴേക്കും 2 ഫ്ലൈറ്റ് കയറി ഞാൻ ഇവിടെ വന്നില്ലേ? ആ അത് പറഞ്ഞപ്പോഴാ. അല്ല നീ എന്തിനായിരുന്നു ഞങ്ങളോട് എല്ലാവരോടും വിളിച്ചിട്ട് മാളിലോട്ട് വരാൻ പറഞ്ഞേ? അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ചേട്ടാ 2 ഐസ്ക്രീം, ഒരു ചോക്ലേറ്റ്, ഒരു ബട്ടർ സ്കോച്ച്. ഇവനിപ്പോ ഇതുവഴിയാണോ പോയേ അതോ അതുവഴിയാണോ? എന്റെ കർത്താവേ, എനിക്ക് ഇച്ചിരി ക്ഷമ തരണേ. പന്നെ എവിടെയാടാ നീ? മര്യാദക്ക് ഇപ്പൊ എന്റെ മുന്നിൽ വന്നില്ലാന്നുണ്ടെങ്കിൽ എന്റെ മോനിച്ചിരി വേർക്കും. ബ്രോ, പിന്നെ എനിക്ക് മുന്നിൽ വരണമെന്ന് ആഗ്രഹമില്ലായിട്ടൊന്നും അല്ലല്ലോ. എന്നെ ഇട്ടിങ്ങനെ ഓടിച്ച പിന്നെ ഞാൻ എങ്ങനെ നിക്കാനാ? ശരി, ഞാനിപ്പോ 10 വരെ എണ്ണും. അതിനുള്ളിൽ നീ എന്റെ മുന്നിൽ എത്തിയില്ലാന്നുണ്ടെങ്കിൽ മോനെ റൂബ, ഞാൻ എന്താ ചെയ്യുമെന്ന് നിനക്കറിയാലോ. റയോണേ, നീ ഇപ്പൊ തൽക്കാലത്തിന് പേടിക്കണ്ട. എനിക്ക് നിന്നെ കൊണ്ട് വേറൊരാവശ്യം ഉണ്ടായിരുന്നു. ഓ അങ്ങനെ, എന്നാ എനിക്കും ഒരാവശ്യം. അപ്പൊ നീ എന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലടാ ചെറ്റ. ഇതൊക്കെ രസമല്ലേ? അല്ല കേക്കട്ടെ, എന്താണാവോ എന്നെ കൊണ്ടുള്ള ഒരു ആവശ്യം? ഇന്നലെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ മീറ്റിംഗ് ബാക്കി വെച്ച് നീ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ലൂക്ക മരിച്ചതറിഞ്ഞ് ബാക്കിയെല്ലാം ഇപ്പൊ ഈ സിറ്റി തന്നെയുണ്ട്. ഈ 3 പേരെ കൊല്ലാൻ നമുക്കിനി ബാക്കിയുള്ളത് ഒരേ ഒരു ദിവസം, ഈ ദിവസം മാത്രം. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാലോചിച്ച് എന്റെ മോൻ അധികമൊന്നും ബുദ്ധിമുട്ടണ്ട. സമയമാകുമ്പോ ഞാൻ തന്നെ അറിയിച്ചോളാം. ശരി, പക്ഷെ ഇതുവരെ നമ്മൾ പ്ലാൻ പോലും ഇട്ടിട്ടില്ല. അപ്പൊ എങ്ങനെയാ ഈ ദിവസം തീരുന്നതിന് മുന്നേ 3 പേരെ നമ്മൾ കൊല്ലുന്നേ? റയോൺ, ഇറ്റ്സ് ഇംപോസിബിൾ. നത്തിങ് ഇസ് ഇംപോസിബിൾ റൂബൻ. അവർക്ക് നമ്മുടെ റെഡിനെയും റോസിനെയും ഇത്രയ്ക്ക് വിട്ട് കഷ്ടപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എവറിത്തിങ് ഇസ് പോസിബിൾ അറ്റ് ദിസ് ഡാം പോയിന്റ്. മാർക്കസിനെയും ബെഞ്ചമിനെയും കൊല്ലാൻ നമുക്കത്ര പാടുപെടേണ്ടി വരില്ല. പക്ഷെ ആ ലിയാം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ റൈഡറിന്റെ ചോരയല്ലേ അവൻ. അതിന്റെ മുമ്പ് അവൻ കാണിക്കാതിരിക്കില്ല. റൈഡറിന്റെ ചോര, അതിനെ ഒതുക്കാൻ അവൻ തന്നെ വരും. റയോൺ, നീ ഇങ്ങനെ ഒരു ബന്ധമില്ലാതെ സംസാരിക്കല്ലേ. മരിച്ചു എന്ന് പറയുന്ന ആള് ജീവിച്ചു വരാനൊന്നും പോകുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അല്ല ഇച്ചായിക്ക് എങ്ങനെയാ റൈഡറിനെ അറിയാ? റൈഡർ അവനവിടെ ബാംഗ്ലൂർ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്കറിയാം. പെങ്ങളെ കെട്ടിച്ചേരുമെന്ന് ചോദിച്ച് അവൻ തന്നെ എന്നെ വന്ന് കണ്ടേ. അതിന്റെ ഭാഗമായിട്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്തു. മാഫിയ ബിസിനസ് ഒക്കെ കണ്ട് ഞാൻ അവനോട് തന്നെ അതിനെപ്പറ്റി ചോദിച്ചു. അപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. അവന്റെ ഇച്ചായനും പപ്പയും ചെയ്യുന്ന ചെറ്റത്തരങ്ങളെ പറ്റിയൊന്നും യാതൊരു വിധറിവും ഈ ഭാഗത്തിനുണ്ടായിരുന്നില്ല എന്ന്. അവനെ അവരുടെ തല്ലി ചതയ്ക്കുന്നവരെ ഞാൻ പറയുന്ന ഒരു കാര്യം വിശ്വസിക്കാൻ പോലും ആ പവൻ തയ്യാറല്ലായിരുന്നു. അന്ന് രാത്രി അവൻ എന്നെ വിളിച്ച് പൊട്ടിക്കരഞ്ഞത് ഇപ്പോഴും എൻ്റെ നെഞ്ചി തറച്ച് കിടക്കുന്നുണ്ട്. ഹലോ എടാ, സോറി ഞാൻ നീ പറഞ്ഞതൊക്കെ ആദ്യമേ കേൾക്കണമായിരുന്നു. നീ കിടന്ന് കരയാനുള്ള സമയമല്ല ഇത്. നീ സിമ്മ മാറ്റിക്കോ. നിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്ന ഈ കോള് ഒരുത്തിനും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ആക്ട് നോർമൽ. നീ എല്ലാത്തിനും സമ്മതമാണെന്ന് തന്നെ അറിയിച്ചേക്ക്. ഒരു 1 വീക്കൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് നിൽക്കേണ്ടി വരും. പിന്നെ ഇനി അവിടെ കിടന്ന് മൂങ്ങി എന്നെങ്ങാനും ഞാൻ അറിഞ്ഞോ നിന്നെ ഞാൻ അവിടെ വന്ന് കൊല്ലും പന്നി. ആൻഡ് കോൾക്കാർ അവനെന്ന് ഓടിച്ചിരുന്ന കാറിൽ ബോംബുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ കാർ എടുത്ത് ദൂരെ പോവാൻ അവനോട് ഞാനാ പറഞ്ഞ. നീ നിന്റെ ജീവിതത്തിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് അതായിരിക്കും റയോൺ. അല്ല റൂബി, അന്ന് അവൻ ആ കാർ എടുത്ത് ദൂരെ പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ മരിച്ചു വീഴാൻ പോകുന്നത് റെഡോ റോസോ മാത്രമായിരിക്കില്ലായിരുന്നു. ആ കോളേജിലുണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളായിരിക്കും. റൈഡോ, ലിസൺ കെയർഫുള്ളി. ഇനി ഒരു 850 മീറ്റർ കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അവിടുന്ന് നീ കടലിലേക്ക് എടുത്ത് ചാടണം. റയോൺ, നീ എന്നെ സേവ് ചെയ്യാൻ വേണ്ടി നന്നായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് എനിക്ക് ആകെ എത്ര ആയുസ്സേ വിധിച്ചിട്ടുള്ളൂ. ഞാൻ അവിടുന്ന് ചാടിയാലും ഇല്ലെങ്കിലും ഞാൻ മരിക്കും. എനിക്ക് നീന്തൽ അറിയില്ല. റൈഡർ, നീ കളിക്കല്ലേ. എന്തായാലും നീ ചാവും. നിനക്ക് ബോംബ് പൊട്ടി മരിക്കണോ അതോ വെള്ളത്തിൽ മുങ്ങി മരിക്കണോ? നീ ഇനി അഥവാ ബോംബ് പൊട്ടിച്ചാ മരിക്കുന്നെന്നുണ്ടെങ്കിൽ നിന്നെ നെഞ്ചിലിട്ട് നടക്കുന്നവർക്ക് നിന്റെ ബോഡി പോലും കിട്ടില്ല. ഇതാവുമ്പോ ഞാൻ വല്ല മുങ്ങി എടുത്ത് കൊടുത്തോളാം, പോരെ? അതല്ല റയോൺ, അവർക്ക് ഈ കാറിൽ ബോഡി കിട്ടിയില്ലെങ്കിൽ. അല്ല, അതിനാര് പറഞ്ഞു ആ കാറിൽ ബോഡി ഇല്ലാന്ന്? അതിന്റെ ബാക്ക് സീറ്റിൽ ഒരു ബോഡി ഉണ്ട്. ആ ബോംബ് വെച്ചവന്റെ അത് കണ്ടിട്ടെങ്കിലും നിന്റെ ഇച്ചായനും പപ്പയും അങ്ങ് സന്തോഷിക്കട്ടെ.
അങ്ങനെയാണെങ്കിൽ റൈഡറിന്റെ ഒറിജിനൽ ബോഡി ഇപ്പൊ എവിടെയാ ഉള്ളേ? റോസ് എന്നോട് ഒരുപാട് കാലം മുന്നേ, ഏകദേശം ഒരു 3 വർഷം മുന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇനി അങ്ങോട്ട് ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച്, മരിക്കാനാണെങ്കിൽ ഒരുമിച്ചെന്ന്. എന്നിട്ടും അവൾ ഇത്രയ്ക്കും കാലം ജീവിച്ചിരുന്നത് അവളുടെ റെഡിന് വേണ്ടി പക തീർക്കാനായിരുന്നു. അത് ഇന്നത്തോടെ കഴിയും. അങ്ങനെ അവർ ഒന്നിക്കും. ഇല്ല, എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. റോസ്, അവളിപ്പോ എവിടെയാ ഉള്ളേ? എനിക്ക് കാണണം. എവിടെയാന്നൊക്കെ ചോദിച്ചാൽ ഏകദേശം ഒരു 33 മിനിറ്റ് മുന്നേ ഈ മാളിലെ 2nd ഫ്ലോറിലെ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് കുറച്ച് ആൾക്കാർ ഒരു ബ്ലാക്ക് വാനിൽ വന്ന് അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. ഡാ, നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? അവളെ കിഡ്നാപ്പ് ചെയ്യുന്ന കണ്ടിട്ട് നീ എന്താ ഒന്നും ചെയ്യാതിരുന്നേ? അല്ല, കിഡ്നാപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തത് ഈ ഞാനല്ലേ? പിന്നെ എങ്ങനെയാ ഞാൻ പോയി രക്ഷിക്കുന്നേ റൂബ? ഒന്നിപ്പിക്കും എന്ന് ഞാൻ അവക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പാലിച്ചിരിക്കും. എന്നും വെച്ച് നീ ഞങ്ങളുടെ റോസിനെ കൊലയ്ക്ക് കൊടുക്കുവോ? അവള് മരിക്കുന്നതെന്ന് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയോ റയോൺ? ഇവിടെ ഇപ്പൊ ശരിക്കും എന്താ നടക്കുന്ന? എല്ലാം പൊട്ടിത്തരിപ്പണമായ ഒച്ച നീ കേട്ടില്ലേ റൂബ? വേണമെങ്കിൽ പോയി നോക്ക്, പകുതി ജീവൻ ചിലപ്പോ ബാക്കി കാണും. ഇല്ല ഇല്ല റോസ്! റയോൺ, നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നേ ഇല്ല. ആദ്യം നീ റോസിനെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറയുന്നു. ഇപ്പതേ അവക്ക് വേണ്ടി, നമ്മുടെ റെഡിന് വേണ്ടി മാർക്കസ് വെയിനെ നീ കൊല്ലുന്നു. എന്തൊക്കെയാ ഇതിന്റെയൊക്കെ അർത്ഥം? ശരിക്കും നീ റോസിനെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തേ? താൻ വലിയ കൊമ്പത്തെ വക്കീലല്ലേ, വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേ. നീ എന്താടി പോലെ വിചാരിച്ചേ അങ്ങനെ ഞങ്ങൾക്കിട്ട് ഉണ്ടാക്കിയിട്ട് നിനക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാന്നോ? സമ്മതിക്കില്ല ഞാൻ. നീ എന്താടാ എന്നെ പറ്റി വിചാരിച്ചേ? ഞാനിങ്ങനെ ജീവിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുവാണെന്നോ? കൊല്ലുവാണെങ്കിൽ കൊന്നിട്ട് പോടാ, കിടന്ന് ഡയലോഗ് അടിക്കാതെ. അതെന്നെ വർത്തനം അടിയൂബേ. കൊല്ലാനൊക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ എനിക്ക് എന്നേ ആവായിരുന്നു. നിന്നെ ഇങ്ങനെ വളരാൻ വിടേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടത് അതല്ല. എനിക്ക് വേണ്ടത് നിന്നെയാ, ഈ കൊഴുത്ത് നല്ല മാംസ കഷ്ണം പോലെ ഇരിക്കുന്ന ഈ ശരീരത്തെ. ഇതുവരെ ഞാൻ കണ്ടതൊക്കെ എന്റെ വെറും തോന്നലായിരുന്നു. അപ്പൊ ശരിക്കും ഞാൻ എവിടെയാ? എടാ, എന്നാ നിങ്ങളൊക്കെ പൊക്കോ, ഇവനെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ ഡ്യൂട്ടി മുടക്കണ്ട. അങ്ങനെയാണെങ്കിൽ എന്നാ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. സത്യം പറയടാ നാറി, നീ എന്നെ ഏത് പാതാളത്തിലേക്കാ കൊണ്ടുപോകുന്നേ? അയ്യേ, അതിതൊരു മനസ്സിലായില്ലേ? നിന്നെ ഞാനങ്ങ് കൊന്നേക്കാന്ന് വിചാരിച്ചു. നീ അല്ലായിരുന്നോടി ഇത്രയും കാലം ചാവാൻ നടന്നിരുന്നെ? അല്ല, അതെങ്ങനെ ഇച്ചായൻ? അതെ, എന്തെങ്കിലുമൊക്കെ ഈ മനസ്സിൽ നീ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാനത്ത് കാണും. നീ എന്താ പറഞ്ഞേ? ഇച്ചായ നിനക്ക് വേണ്ടി ഞാൻ റിവെഞ്ച് എടുക്കും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നല്ലേ? അവള് ചാവാൻ നടക്കുന്നു. അല്ല, ഞാൻ നിനക്ക് തന്ന മോതിരം എന്തേടി? അത് എന്റെ കൈ കാണും. അല്ല, ഉണ്ട്. എന്തായാലും ഇത് ഇതിന് അർത്ഥം വെച്ച് ചോദിക്കുന്ന പോലെ. അത് ശരി, വന്ന് വന്ന് ബഹുമാനം എന്ന് പറയുന്ന സാധനം നിനക്ക് ഇല്ലാതായോ? ഇച്ചായൻ എന്ന് തന്നെ വിളിച്ചോണം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വാടി. റൈഡർ വിട്. എന്താ ഇത്? ആരെങ്കിലൊക്കെ ശ്രദ്ധിക്കൂ. കണക്കായി പോയി. അല്ല പിന്നെ ഇത്രയും കാലം തന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചത് ഇപ്പതെ തൊട്ടടുത്തിരുന്ന് വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണോ, അതോ ഇന്ന് രാവിലെ മുതൽ വരയ്ക്കായി നടക്കുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളുടെ ഹാങ്ങുകളാണോ എന്നറിയില്ല. പക്ഷേ കാറ് പോകുന്ന ദിശ അവൾ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല.
കാർ നഗരം വിട്ട് അകലെ പോയി. വഴികൾ ഇരുണ്ട കാടുകളായി മാറിക്കഴിഞ്ഞു. ഇതൊരിക്കലും ഭൂമിയിലേക്കുള്ള വഴിയല്ല, മറിച്ച് ഒരു പഴയ കഥയിലെ ഇരുണ്ട പാതയാണ്. ഒടുവിൽ അവർക്ക് മുന്നിൽ ഒരു മാളിക ഉയർന്നു. ചന്ദ്രപ്രകാശത്തിൽ അതൊരു ശപിക്കപ്പെട്ട കൊട്ടാരത്തെ പോലെ നിന്നു. വാതിലുകൾ പതുക്കെ തുറക്കപ്പെട്ടു. അവളൊരു പടി മുന്നോട്ട് വെച്ചു. അവളുടെ ശ്വാസം പോലും മൗനമായ നിമിഷമായിരുന്നു അത്. കാരണം അവളെ അതിശയിപ്പിച്ചത് ഒരിക്കലും കൊട്ടാരത്തിന്റെ അന്ധകാരമോ അല്ലെങ്കിൽ പ്രേതാലയം പോലെയുള്ള അതിന്റെ രൂപമോ ആയിരുന്നില്ല, മറിച്ച് ചുവന്ന രക്തത്തുള്ളികൾ പോലെ ആ കൊട്ടാരത്തിൽ ആകെ പടർന്നു കിടന്നിരുന്ന ചുവന്ന റോസാപ്പൂക്കളായിരുന്നു. അവൾക്കറിയാം, അത് വെറും പൂക്കളല്ല, അവരുടെ പ്രണയത്തിന്റെ അടയാളമാണ്. റെഡ് ആൻഡ് റോസ്, അവരുടെ സ്വന്തം റെഡ് റോസ്. ഇപ്പൊ തന്നെ ഇങ്ങനെ കിടന്ന് അലറിയാൽ എങ്ങനെയാ? നമ്മളിതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. കെവിനെന്താ ഇവിടെ? എടാ, ഈ ഫോമിക് ആസിഡ് അത്രയ്ക്ക് അങ്ങോട്ട് മെനയില്ല. കെവിന്റെ കയ്യില് അപ്പുറത്ത് സൾഫ്യൂരിക് ആസിഡ് ഇരിപ്പുണ്ട്. ഞാൻ പോയിട്ട് എടുത്തോണ്ട് വരട്ടെ. ഏതാടി നീ? നിങ്ങൾക്കൊന്നും എന്നെ ശരിക്കും അറിയില്ല. ഹേയ് ലിസൺ, നോ. ഇയാളുടെ അവസാനം കുറിക്കാൻ ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് നമ്മുടെ റെഡ് റോസിനാ. അവര് വരും. അതുവരെ ചാവാൻ പോകുന്ന ഈ പൊടിക്ക് നമുക്ക് കാവലിരിക്കാം. ലോങ് ടൈം നോ സീ മൈ ബേബി ഗേൾ. ലിസ, നീ എന്താ ഇവിടെ? നീ യുഎസിലായിരുന്നില്ലേ? അപ്പുറത്ത് കെവിൻ, അവൻ എൻ്റെ കൂടെ മാളിലുണ്ടായിരുന്നല്ലോ. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നേ? ലിസ, ഡിഡ് സംതിങ് ഹാപ്പൻ ടു യു? തേങ്ങാക്കൊല, ഞാൻ ഇങ്ങനെ പന പോലെ നിൽക്കുന്ന കണ്ടിട്ട് നിനക്ക് വല്ല കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഫിസിക്കലി വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മെന്റലി ഒരു അരപ്പിതി ലൂസാ. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. മച്ചു, എത്ര നാളായടാ കണ്ടിച്ച്? ഹേയ്, ആരും പേടിക്കണ്ട. കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഇങ്ങനെ പല ശബ്ദങ്ങളും ഈ കൊട്ടാരം മുഴുവൻ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കിടന്ന് ഒച്ചയിടാൻ മാത്രം ആ കെവിനപ്പുറത്ത് എന്താ കിടന്ന് ചെയ്യുന്നേ? അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. എന്തായാലും റൈഡർ കയറി കണ്ടിട്ട് വാ. ഓ, അവൻ എന്നെക്കാളും മുന്നേ സ്കോർ ചെയ്ത് തുടങ്ങിയ. എന്തായാലും ഞാനൊന്ന് പോയി കണ്ടേച്ച് വരാം. പിന്നെ ഇവിടെ കിടക്കുന്ന എൻ്റെ സ്വന്തം പപ്പയാ, ഹാൻഡിൽ വിത്ത് കെയർ. നോക്കിയേ, സൾഫ്യൂരിക് ആസിഡ്. എന്തിനാണെന്നറിയോ? നിനക്ക് അലാറാം പറ്റുന്നിടത്തോളം കിടന്ന അലാറാം. കാരണം ഇന്നായിരിക്കും നിന്റെ ശബ്ദം ഈ ഭൂമി അവസാനമായിട്ട് കേൾക്കാൻ പോകുന്നത്. ഞാനിപ്പോ ചെയ്യുന്നത് തെറ്റായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ നീ തകർത്ത എത്രയോ ജീവനുകൾക്ക് ഞാനിത് ദൈവമാണ്. എന്തിന്, സാക്ഷാൽ ദൈവം തമ്പുരാൻ വരെ ഇപ്പോ എന്റെ കൂടെയാണ്. ഈ പന്നയെ കൊണ്ട് കെവിനെ തെണ്ടി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്നതിന് മുന്നേ ഇവന്റെ ജീവൻ തീർക്കരുതെന്ന്. റൈഡർ, എന്നൊന്നും ചെയ്യരുത്. അവന് ജീവനുണ്ടാ. ലിയാമേ, എനിക്ക് എഴുന്നേക്കൻ. ഡടാ മോനെ കുട്ടാ, നിന്റെ അനിയൻ വന്നിരിക്കുന്നു, നോക്ക്. എന്റെ കർത്താവേ, ഈ ഭ്രാന്തനായിരുന്നല്ലോ ഞാൻ ഇത്രയും കാലം കൂടെ കൂട്ടിയത്.
ലിസാമോ, നീ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. അത് നമ്മുടെ ഉപ്പല്ലേ, ഇവരെന്തിനാ ഇതിട്ട് കളിക്കുന്നേ? ഇതൊന്നും തികയത്തില്ല. എടി ക്ലാര, അപ്പുറത്ത് ഒരു പാക്കറ്റ് കൂടി ഉപ്പുണ്ട്, അത് പോയിട്ട് എടുത്തോണ്ട് വന്നേ. റോസ്, അടങ്ങി കിടന്നോണോ? എടാ എന്നെ വീട്ടിൽ, എടാ താഴത്തെ എല്ലാവരും വെയിറ്റ് കാണാൻ. ഞാൻ വാഷ്റൂം പോവാന്നാ പറഞ്ഞ് വന്നേ. ഇനി എന്നെ കണ്ടില്ലെങ്കിൽ അവരൊക്കെ എന്നെ വിചാരിക്കും. നീ എന്നാ കൂപ്പ് പറഞ്ഞ് ഇറങ്ങിയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ റൂമിലോട്ട് പോവാന്ന് പറഞ്ഞാൽ ഇറങ്ങി. നിന്നെ ഇനി വിടില്ലാന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പാർട്ടി കഴിയുന്നവരെ അവിടെ ഒരു കാഴ്ച വസ്തുവായി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്നെ ഞാൻ വിടുത്തുമില്ല. അല്ല മാഡം ഒന്നും പറഞ്ഞില്ല. അത് പിന്നെ ഈ റയോൺ ക്രൂസിനെ എൻ്റെ ഹസ്ബൻഡായിട്ട് എടുക്കാൻ എനിക്ക് സമ്മതം. പക്ഷെ അത് മുതലെടുക്കരുത്. എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആഹാ, നല്ലതാ. കണ്ടീഷൻസ് ഒക്കെ എപ്പോഴും എല്ലാത്തിനും നല്ലതായിരിക്കും. കേക്കട്ടെ. അത് പിന്നെ ഇയാളെന്നെ കെട്ടുവാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ നമ്മുടെ കെട്ട് കഴിക്കണം. ഇതിന് സമ്മതമാണെങ്കിൽ നമുക്ക് കെട്ടാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് നാളെ തന്നെ പോയി കിട്ടിയേക്കാം. എന്താ, സമ്മതല്ലേ?